20-ാമത്തെ വാചകം തൊട്ടുമ്പോൾ വാചകം അറിയോ? വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ ഫഹും യൂസഊൻ. അല്ലാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് പോകാനായി വിളിച്ചു കൂട്ടുകയും എന്നിട്ട് അവരെ തെളിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ദിവസം അല്ലാഹു പറഞ്ഞുതരാ. അവര് പറഞ്ഞുതരും അങ്ങനെ അവരവിടെ നരകത്തിങ്കൽ ചെന്നാൽ അവരുടെ കാതും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അവർക്കെതിരായി അവര് പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി സാക്ഷ്യം വഹിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ. എന്റെ കണ്ണ് നാളെ റബ്ബിന്റെ അരികിൽ ചെന്നാൽ എനിക്കെതിരായി വരികയാ, എന്റെ കാത് എനിക്കെതിരായി വരികയാ, എന്റെ തൊലികൾ എനിക്കെതിരായി വരികയാ. വല്ലാത്ത ഗൗരവമേറിയ നിമിഷമാണ്, വല്ലാത്ത ഗൗരവമേറിയ ലോകമാണ്. അവസാനം മനുഷ്യര് പറഞ്ഞു പോവുകയാ, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ. അവിടെ നടക്കുന്ന സംസാരമാ. തങ്ങളുടെ തൊലികളോട് അവര് പറഞ്ഞു പോകും മനുഷ്യന്മാര്, നിങ്ങൾ എന്തിനാണ് തൊലികളെ ഞങ്ങൾക്കെതിരായി അല്ലാഹുവിങ്കൽ സാക്ഷ്യം വഹിച്ചു പോയത്? ഏതാ തൊലി? ചർമ്മല്ലി. അവനാന്റെ ശരീരത്തെ ശിരസ് മുതൽ കാൽപാദമടക്കം പൊതിഞ്ഞു നിൽക്കുന്ന മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തൊലി. ഈ ചർമ്മം, ഈ തൊലി മനുഷ്യനെതിരിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ മനുഷ്യന്മാര് തൊലിയോട് പറയാം, ഈ എന്തിനാ തൊലി എനിക്കെതിരായി സാക്ഷ്യം വഹിച്ചത്? ഈ സമയത്ത് അള്ളാഹുവിന്റെ മറുപടി എന്തറിയും? എന്താ മറുപടി? ആ തൊലികൾ പറഞ്ഞ വാക്കെന്തറിയങ്ങള്? ഖാലൂ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഇ വഹുവ ഖലഖകും അവ്വല മർവ വഇലൈഹി തുർജഊൻ. അപ്പൊ തൊലികൾ പറയും, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹു, നോക്കണങ്ങള്, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചതാകുന്നു. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ, അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. തൊലികൾ പറഞ്ഞു പോവുകയാണ്. തൊലികളോട് മനുഷ്യര് പറയാണ്, തൊലികളെ നിങ്ങളെന്തിനാണ് ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിച്ചു പോയത് എന്നാണ്. തൊലികൾ മറുപടി പറഞ്ഞു കൊടുക്കുക. അതിന്റെ കാരണം പറയാ. അവിടെ പടച്ചോന് ഉപയോഗിച്ചൊരു പദം തരയോ? എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാകുന്നു. പരലോകത്ത് മനുഷ്യന് കിട്ടാൻ പോണ ഏറ്റവും വലിയ തിരിച്ചടി എന്താ? നമ്മളീ കാണുന്ന സർവ്വ സൃഷ്ടികളും, ചേതനങ്ങളാകട്ടെ അചേതനങ്ങളാകട്ടെ, ജീവണ്ട് ജീവല്ല എന്ന് മനുഷ്യൻ പറയുന്ന എല്ലാ സൃഷ്ടികളും മനുഷ്യൻ അനുകൂലമായോ പ്രതികൂലമായോ പരലോകത്ത് സംസാരിക്കുന്ന ഖുർആനും തിരുസുന്നത്തും നമ്മളോട് പഠിപ്പിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കസേര, ഈ അന്തരീക്ഷം, മണൽത്തരികൾ, ഈ മൈക്ക്, ഈ ലൈറ്റ്, ഈ മനുഷ്യര്, ഇവിടെയുള്ള ചെടികള്, ഇവിടെയുള്ള മരങ്ങള്, ഈ തെങ്ങിന്റെ ഓലകൾ എല്ലാം സുബ്ഹാനല്ലാഹ് വല്ലാത്തൊരു വിഷയമാണ്. ഇതിന്റെ ഇടയിലാണ് മനുഷ്യര് ജീവിക്കുന്നത് എന്നൊരു ഓർമ്മയും കൂടി നമുക്ക് ഉണ്ടാക്കണം. ഇത്രയും സാക്ഷികളെ അള്ളാഹുവിന്റെ ലോകത്തുള്ള കൊണ്ടുവരും, നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ. അപ്പൊ ഒരു വീടിക്കുറ്റി കത്തിച്ചു ഒരു മരത്തിന്റെ ഒട്ടുന്ന് നോക്കി ആരുമില്ല, ആരും മണ്ടത മരം നിൽക്കുന്നുണ്ട്. നാളെ റബ്ബിന്റെ ലോകത്ത് വരെ ഒരു ടിവിയുടെ മുന്നിൽ കുത്തിരുന്നു, ബാപ്പിയിലൊമ്മില്ല, ആരുമില്ല, ആരും മണ്ട. 4 ചുമരുകളും ആ കട്ടിലും ആ കിടക്കി ടിവി തന്നെ മതി, ഈ സ്ക്രീനും അതിലോടിയ സിനിമയും. നാളെ റബ്ബിന്റെ ലോകത്ത് വരും, അനുകൂലമായോ പ്രതികൂലമായോ. അല്ലാഹു അക്ബർ. ആലോചിച്ചോളി, മനസ്സിലാക്കി. വിശാലമായി വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു. ഇനി നോക്കണേ, അള്ളാഹു പറഞ്ഞതിന്റെ ബാക്കി, അള്ളാഹുദിന്റെ ബാക്കി പറഞ്ഞുതരാ. വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും വലാകിൻ ظننتم أن الله لا يعلم كثيرا مما تعملون. നിങ്ങളുടെ കാതോ നിങ്ങളുടെ കണ്ണുകളോ നിങ്ങളുടെ തൊലികളോ നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുമെന്ന് കരുതി
നിങ്ങൾ ആ അവയവങ്ങളിൽ നിന്നും ഒളിഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ലല്ലോ. എന്റെ കണ്ണ് നാളെ റബ്ബേ എനിക്കെതിരെ റബ്ബിന്റെ ലോകത്ത് വരുമെന്ന് കരുതിയിട്ട് ഈ കണ്ണുകൊണ്ട് നമ്മൾ ആരും ഹറാമിലേക്ക് നോക്കാതിരുന്നിട്ടില്ലല്ലോ. ഈ കണ്ണുകൊണ്ട് നമ്മൾ ആരും ഹറാം കാണാതിരുന്നിട്ടില്ലല്ലോ. ഈ കണ്ണുകൊണ്ടല്ലേ അന്യയിലേക്ക് നോക്കിപ്പോയത്. ഈ കണ്ണുകൊണ്ടല്ലേ സിനിമാ പോസ്റ്റർ കണ്ടുപോയത്. ഈ കണ്ണുകൊണ്ടല്ലേ സീരിയല് കണ്ടുപോയത്. ഈ കണ്ണുകൊണ്ടല്ലേ നാടകം കണ്ടുപോയത്. ഈ കണ്ണുകൊണ്ടല്ലേ സർവ്വ തമ്മാടിത്തങ്ങൾ നോക്കിപ്പോയത്. ഈ കണ്ണുകൊണ്ട് തമ്മാടിത്തങ്ങൾ കാണുമ്പോ നിങ്ങൾ ആലോചിച്ചിട്ടില്ല മനുഷ്യരെ, നാളെ റബ്ബിന്റെ ലോകത്ത് ഈ കണ്ണ് നമുക്കെതിരായി വരുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ ലോകത്ത് 80 കൊല്ലക്കാലം ജീവിച്ചപ്പോ കണ്ണിനെ സൂക്ഷിച്ചിട്ടില്ലല്ലോ. നമ്മുടെ കാത് നമുക്കെതിരായി വരുമെന്ന് കരുതി റബ്ബ് പറയാ, ഈ കാതിനെ നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലല്ലോ. ഈ കാതിലല്ലേ നിങ്ങൾ ഹറാമായ സംഗീതം ശ്രവിച്ചു പോയത്. ഈ കാത് കൊണ്ടല്ലേ നിങ്ങൾ ഈബത്ത് കേട്ടുപോയത്. ഈ കാത് കൊണ്ടല്ലേ നിങ്ങൾ നമീമത്ത് കേട്ടുപോയത്. ഈ കാതിലല്ലേ സർവ്വ വൃത്തികേട് നിങ്ങൾ ശ്രവിച്ചു പോയത്. ഈ കാതിലല്ലേ വിരലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകൾ തിരികെ വെച്ചിട്ട് ഹറാം പറപ്പ് മുഴുവനും കണ്ടതും കേട്ടതും ആസ്വദിച്ചതും നിങ്ങൾ ഈ ചെവി കൊണ്ടല്ലേ. ഈ ചെവി കൊണ്ട് നിങ്ങളൊക്കെ തമ്മാടിത്തങ്ങളാണ് കേട്ടുപോയത്. നിങ്ങളുടെ മൊബൈലിന്റെ അങ്ങേ തലക്കല് ഒരു പെണ്ണിന്റെ ശൃംഗാരത്തിന്റെ ശബ്ദം, ഈ മൊബൈലിന്റെ അങ്ങേ തലക്കല് ഒരു പുരുഷന്റെ ശൃംഗാരത്തിന്റെ ശബ്ദം. ഭർത്താവല്ല, ഭാര്യയല്ല, ആങ്ങളെയല്ല, പെങ്ങളല്ല, ഉമ്മയല്ല, വാപ്പയല്ല, മഹറമായിട്ടുള്ള ഒരാളല്ല, അന്യനാണ്, അന്യ പെണ്ണാണ്. ആ മൊബൈലിന്റെ അങ്ങേ തലക്കല് നിന്നല്ലേ നിങ്ങൾ ശൃംഗരിച്ചു പോയത്. അപ്പൊ ഈ കാത് നാളെ റബ്ബിന്റെ ലോകത്ത് വരുമെന്ന് കരുതിയിട്ട് അല്ലാഹുവേ അങ്ങനത്തെ ഒരു ശൃംഗാരം എനിക്ക് വേണ്ടെന്ന് തീരുമാനിക്കാനായോ, ഇങ്ങനൊരു ഹറാം കേൾക്കണ്ടെന്ന് തീരുമാനിക്കായോ നിങ്ങൾ ആലോചിച്ചോ? ഈ ദുനിയാവില് 70 കൊല്ലക്കാലം അല്ലാഹു ആയുസ് തന്നപ്പോ ഈ കാത് റബ്ബേ നീ തൃപ്തിപ്പെട്ടതല്ലാതെ, നിന്റെ ഖുർആനല്ലാതെ, ദീനിന്റെ സദസ്സല്ലാതെ, ഖൈറായ കാര്യങ്ങളല്ലാതെ ഈ കാതിലൊരു ഹറാമും കേൾക്കില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. കാതെതിരായി. ആ കൂട്ടത്തിലാണ് അല്ലാഹു വീണ്ടും പറഞ്ഞറിയുന്നത്, നിങ്ങളുടെ തൊലികളും നിങ്ങളുടെ ചർമ്മങ്ങളും. ഈ ചർമ്മത്തിന്റെ ഭംഗി കാണിക്കാനാണ് പല സ്ത്രീകളും ഇസ്ലാമിക വിരുദ്ധ വസ്ത്രം ധരിച്ചു പോയത്. ഈ ചർമ്മത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കാനാണ് പലരും ഔറത്ത് വെളിവാക്കിയിട്ട് പുറത്തിറങ്ങിപ്പോയത്. ഈ ചർമ്മ സൗഭാഗ്യം, ഈ ചർമ്മത്തിന്റെ സൗന്ദര്യം ലോകത്തിന്റെ മുന്നിൽ പ്രകടിപ്പിക്കാനാണ് ഇസ്ലാമിക വിരുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ചു പോയത്. മുമീലാത്തുൽ മായിലാത്തുൽ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുലുൽ ജന്നത ലാ യജിദ്ന റീഹഹാ ഇന്ന റീഹഹാ മസീറതി കദാ വകദാ. വിദൂരതയിൽ നടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാനാകാതെ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാനാകാതെ ഒട്ടകപ്പൂഞ്ഞകൾ പോലെ ചാഞ്ഞും ചെരിഞ്ഞും തങ്ങളിലേക്ക് ചായ്ക്കുന്നവളും ചാഞ്ഞു പോകുന്നവളുമായി ഇസ്ലാമിക വിരുദ്ധമായ ഒട്ടിപ്പിടിച്ച, ഇറുകിപ്പിടിച്ച, ലോലമായ, മൃദുലമായ ശരീരത്തിന്റെ നിമ്നോന്നതകൾ പ്രകടമാകുന്ന, ഉള്ളങ്ങനത്തിന്റെ പുറത്ത് വികടമാകുന്ന രീതിയിലുള്ള വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിച്ചപ്പോ നിങ്ങളുടെ തൊലികൾ നിങ്ങൾക്കെതിരായി നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നുവെന്ന് കരുതി നിങ്ങൾ സ്കൂളുകളിലേക്ക് ഇസ്ലാമിന്റെ വേഷവിധാനം തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ കോളേജിലേക്ക് ഇസ്ലാമിന്റെ വേഷവിധാനം തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ഞായറാഴ്ച തോറും ഓരോരോ വീടുകളിൽ ഓരോരോ കല്യാണ മണ്ഡപങ്ങളിൽ നടക്കുന്ന കല്യാണത്തിന്റെ പുരകളിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുത്ത വസ്ത്രമേതാ? ലഹങ്കയല്ലേ, ചോളിയല്ലേ, ചുരിദാറല്ലേ, ഇറാനിയല്ലേ, ഇറാഖിയല്ലേ? വ്യത്യസ്തമായ രാഷ്ട്രങ്ങളുടെ പേരിൽ പിശാചിറക്കി കൊടുത്തുപോയ ഔറത്ത് വെളിവാകുന്ന വസ്ത്രങ്ങളല്ലേ? വലാ ജുലൂദുക്കും. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ അല്ലാഹുവിന്റെ അരികില് എന്റെ 10-60 കൊല്ലക്കാലഘട്ടത്തിലെ വസ്ത്രം പടച്ചോന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുമെന്ന്, എന്റെ ഔറത്ത് കൊണ്ടുവരപ്പെടുമെന്ന്, എന്റെ ശരീരത്തിലെ തൊലികൾ കൊണ്ടുവരപ്പെടുമെന്ന് കരുതിയിട്ട് ഈ തൊലി റബ്ബേ മൂടണമെന്ന് 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 59-ാമത്തെ ആയത്തുണ്ടല്ലോ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين. ശരീരം മുഴുവനും മൂടുന്ന ജലാബീബിന്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു ഇന്റേതല്ല. 41-ാം അധ്യായം
സൂറത്ത് ഫുസ്സിലത്ത് അല്ലെങ്കിൽ ഹാമീം സജദയുടെ 21-ാമത്തെ വാചകം. എന്നിട്ട് അല്ലാഹു പറയുന്നത് അല്ലാഹു 22-ാമത്തെ വാചകം വലാകിൻ വനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾക്ക് പറ്റിയ വലിയ അബദ്ധമായിരുന്നു. എന്താ അബദ്ധം? ലോകത്ത് ഹറാം ചെയ്യുന്നവർക്ക് പറ്റിയ അബദ്ധത, തിന്മ ചെയ്യുന്നവർക്ക് പറ്റിയ അബദ്ധത, തെണ്ടിത്തരം ചെയ്യുന്നവർക്ക് പറ്റിയ അബദ്ധം. ബാങ്ക് കൊടുത്താൽ പോലും പള്ളിയിൽ പോകാതെ അങ്ങാടിത്തിണ്ണയിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് പറ്റിയ അബദ്ധത, ഹറാമിന്റെ മുന്നിൽ കുത്തിയിരിക്കുന്നവന് പറ്റിയ അബദ്ധത, വെറുത്തതും വൃത്തികെട്ടതുമായ കബായിറുകളും ഫവാഹിഷുകളും ചെയ്തു പോയവർക്ക് പറ്റിപ്പോയ അബദ്ധമത. എന്താ അബദ്ധം അറിയുന്നത്? അല്ലാഹു പറഞ്ഞറിയോ? എന്നാൽ നിങ്ങളുടെ കണ്ണ് സൂക്ഷിക്കാതെ, കാത് സൂക്ഷിക്കാതെ, ശരീരം സൂക്ഷിക്കാതെ, അവയവങ്ങളെ സൂക്ഷിക്കാതെ നിങ്ങളിങ്ങനെ ജീവിച്ചല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിച്ചു പോയത് എന്താണെന്നറിയോ? നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മിക്കതും അല്ലാഹു അറിയില്ല എന്നാ. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഇതൊന്നും പഠിച്ചോ കാണില്ല. അള്ളാഹ്ക്ക് ഇപ്പൊ വേറെന്തൊക്കെ നോക്കാണ്ട് എന്നെ നോക്കിയെടുക്കല്ലേ ഇപ്പൊ പഠിച്ചു എന്ന ചിന്ത മനുഷ്യന് അല്ലേ? മത്തിക്കൊട്ടമ്മല ചിലയിടത്തൊക്കെ വർഗീയ കലാപം ഉണ്ടാകണം. ഈ കലാപം ഉണ്ടാക്കുന്നവനും അറിയില്ല, കലാപത്തിന് ഇരയാകുന്നവനും അറിയില്ല. ഇത് പഠിച്ചും പുറത്ത സംഗതി അള്ളാഹ് തന്നെ കാണുന്നുണ്ട്. എന്ത് തെണ്ടിത്തരം പറയുന്നത്? അങ്ങാടിയുടെ ഒരു ഭാഗത്ത് മുറിച്ചിട്ടൊരു പോസ്റ്റിൽ കുത്തിരിക്കുക 5-6 ചെറുപ്പക്കാർ. ഓല കയ്യിലെന്തുണ്ട്? മൊബൈലുണ്ട്. പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. പല സംവിധാനമുണ്ടല്ലോ ഇതിന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും വരാനും. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഹറാം, വൃത്തികേട്, സിനിമ, സീരിയൽ, ഗാനമേള, നാടകം. 2ാം ക്ലാസ്സിൽ മുസ്ലിങ്ങൾ പഠിക്കുന്നതൊക്കെ ഹറാമാണ്. 2ാം ക്ലാസ്സിലെ മുസ്ലിങ്ങളെ പഠിക്കുക ഇതൊക്കെ ഹറാമാണ്. ഇതൊക്കെ പഠിച്ചോന്റെ പൊരേലും 6-ാം പറപ്പ് വലിച്ചിറക്കിയിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചോന്റെ പൊരയിൽ ക്രിസ്ത്യാനിലുണ്ട്. നാണം മാനമില്ലാത്ത സംസ്കാരം മുസ്ലിം സമുദായത്തിനകത്ത് കടന്നുകൂടി. എല്ലാവർക്കും ഇത് ഹറാമാണ്. അപ്പൊ ഓന്റെ വിചാരം എന്താ? വലാകിൻ വനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. ആയിഷാത്ത ചെയ്യണമെന്ന് പഠിച്ചോൻ കാണില്ല എന്ന് ആയിഷാത്ത വിചാരിച്ചത്, പോക്കരൊക്കെ വിചാരിച്ചത്, ഹബീബ് വിചാരിച്ചത്, ഫാറൂഖ് വിചാരിച്ചത്, ആയിഷ വിചാരിച്ചത്, ഉമ്മു സലമ വിചാരിച്ചത്, റുഖിയ വിചാരിച്ചത് അല്ലേ? നമ്മുടെ നാട്ടിലെ ഇപ്പത്തെ പേരൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഴയ പേര് പറയും. ഇപ്പത്തൊക്കെ പേര് എന്താ വെച്ചാല് ഡ്രസ്സിന്റെ പേര് പറഞ്ഞ മാതിരി അവരെ മനുഷ്യന്മാരെ പേരൊക്കെ തൊള്ളിയിൽ കൊള്ളാത്തവരെ വൃത്തിയിട്ട പേര്. പല മുസ്ലിം പെൺകുട്ടികളും പേരൊന്നും പറഞ്ഞത് മുസ്ലിം ആണോ, അത് വേറെന്തെങ്കിലും ജാതിയാണോ, അതോ വേറെന്തെങ്കിലും ഇറക്കുമതി ചൈന ഇവിടുന്നിട്ട് ഇറങ്ങി വന്നാണോ തോന്നിപ്പോയി ചിലതൊക്കെ പേരുണ്ട്. ഒന്നും വിചാരിക്കരുത്, വിമർശനല്ല, വസ്തുനിഷ്ഠമായ അപഗ്രഥനം മാത്രമാണ്. ഇതൊക്കെ ചെയ്യുന്നവന്റെ മനസ്സിൽ ഇതൊന്നും അല്ലാഹ് കാണൂല. എന്നിട്ട് അള്ളാന്റെ മറുപടി, പരലോകത്ത് നഷ്ടക്കാരാകാൻ വിധിക്കപ്പെട്ടു പോയ മനുഷ്യരോട് പടച്ചോന്റെ മറുപടി നോക്കണങ്ങള്. വദാലികും ലന്നുകുമുല്ലദീ ലനൻതും ബിറബ്ബികും അർദാകും ഫഅസ്ബഹതും മിനൽ ഖാസിരീൻ. അതത്രേ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ പറ്റി, അതത്രേ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പറ്റി ധരിച്ചു വെച്ച തെറ്റായ ധാരണ, ശരിയല്ലാത്ത ചിന്ത. ആ ചിന്ത നിങ്ങൾക്ക് നാശം വരുത്തി. അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരായി തീർന്നു. നരകത്തിന്റെ അഹലുകാരാകാൻ നിങ്ങൾ വിധിക്കപ്പെട്ടു പോയി. അവിടെ നിങ്ങൾ ആലോചിക്കണേ, ഏത് കാര്യങ്ങളും പടച്ച റബ്ബ് അറിയുമെന്ന ചിന്തയാണ്, ഏത് വിഷയവും അല്ലാഹു അറിയുമെന്ന ചിന്തയാണ്. ഈ ലോകത്തൊരാള് ഈമാനികമായി തഖ്വയിൽ അധിഷ്ഠിതമായി പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്നവനായി, പരലോകത്ത് മോഹിക്കുന്നവനായി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടവരായി ജീവിതത്തെ ക്രമീകരിക്കാൻ ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അടിസ്ഥാനപരമായ വിഷയമതാ. ഏത് പ്രവർത്തനങ്ങളും അല്ലാഹു അറിയുന്നു എന്ന ചിന്ത. എന്റെ ജീവിതത്തിൽ എല്ലാ പ്രവർത്തനവും എന്റെ റബ്ബ് അറിയും. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിനകത്താകട്ടെ, ഇതര മനുഷ്യ സമൂഹത്തിലാകട്ടെ, ഹറാമുകൾ, തെറ്റുകൾ, തമ്മാടിത്തരങ്ങൾ, വൃത്തികേടുകൾ വ്യാപിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ എണ്ണിയാല് മിനിമം ഒരു 20 എണ്ണെങ്കിലും നമുക്ക് കാണപ്പെടാറ്. അങ്ങനെ ഇവിടെ നിന്ന് എണ്ണിയാൽ 100 എണ്ണെങ്കിലും ഒക്കെ ഞാൻ പെണ്ണി തരും. എന്റെ ഇങ്ങളുടെയും ജീവിതത്തോ പരിസരത്തോ ഉള്ളൊരു 100ഓളം തിന്മകൾ, അതിൽ വൻലാഭങ്ങളുണ്ട്, അതിൽ കുറച്ചുകൂടി ദർജ കുറഞ്ഞുണ്ട്, അതിൽ ദർജ കുറഞ്ഞുണ്ട്. ഏത് വരെ ഒരു മനുഷ്യനെ പുച്ഛിക്കൽ, കിബറാണല്ലോ.
കിബിറുപ്പ് ഞാൻ ഇത്രയും പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഒരാൾ ഇതൊക്കെ കേട്ടിട്ട് ഇന്ന് രാത്രി അവനെ പുരയിൽ ചെന്നിട്ട് ഈ അലാക്ക് പിടിച്ച സാധനം വലിച്ചെറിയാതെ പിന്നെ അതിന്റെ മുന്നിൽ കുത്തിരുന്നാൽ അതെന്താ? അൽ കിബറു ബാത്വറുൽ ഹഖി വഗംതുൻ നാസ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. നബിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കാനൊക്കെ എന്താ ആൾക്കാർ ഉത്സാഹം. ചില ആൾക്കാരെ റോട്ട് കൂടി ഖുലൂ തക്ബീർ ഹമാരാ റസൂൽ തുമാരാ റസൂൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുദ്രാവാക്യം. ഓനങ്ങനെ നോക്കിയാൽ ഓന് താടി ഉണ്ടാവില്ല, റസൂലിലുള്ളതൊന്നും ഓനുണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മളിൽ ചില സ്വഭാവങ്ങൾ റസൂലുള്ളാഹിന്റെ ഉണ്ടാകൽ നിർബന്ധം. മനസ്സിലായില്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സന്ദർഭത്തിൽ പറഞ്ഞു ആ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒരു ഹറാമും അള്ളാഹുവിന്റെ റസൂല് അനുവദിച്ചിട്ടില്ല. ഒറ്റ ആയത്ത് യുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്. അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് ത്വയ്യിബാത്തുകളെ ഹലാലാക്കി, അഥവാ വിശിഷ്ടമായത് പവിത്രമായതൊക്കെ ഹലാലാക്കി. ഖബാഇസുകൾ അഥവാ മ്ലേച്ഛമായതോ നബി തിരുമേനി നിങ്ങൾക്ക് ഹറാമാക്കി. വളരെ ഗൗരവത്തോടു കൂടി പഠിക്കണേ. നോക്കണേ, നിങ്ങൾ എളുപ്പമാണ്. നബി തിരുമേനിയുടെ മുന്നിലേക്ക് പാല് കൊണ്ടുവന്നു, അപ്പുറത്ത് മദ്യം കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ റസൂല് മുസ്ലിമായവനെ, മുഹമ്മദ് എന്ന പേരിട്ടവനെ, സഹാബത്തിന്റെ പേര് സ്വീകരിച്ചവരെ, നമ്മുടെ പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനിയുടെ മുന്നിൽ രണ്ടെണ്ണം കൊണ്ടുവന്ന് വെച്ചപ്പോ നബി തിരുമേനി തെരഞ്ഞെടുത്തത് പാലാണെന്ന് ഹദീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പല മുഹമ്മദ് മുന്നിൽ കൊണ്ടുവന്നിച്ചാൽ അവർ തെരഞ്ഞെടുക്കുന്നത് കള്ളാണെന്ന് നാട്ടും പുറത്ത് ചരിത്രങ്ങളിൽ കാണാം. പേര് രണ്ട് മുഹമ്മദാണ്. പക്ഷെ മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ പറ്റി പറയോ? റസൂലുള്ളാഹി പാല് തെരഞ്ഞെടുത്തു. നമ്മളെ പല മുഹമ്മദ്മാരും കള്ളും കഞ്ചാവും ലഹരിയൊക്കെ തെരഞ്ഞെടുക്കും. ചിലരൊക്കെ കഞ്ചാവിന്റെ ഹോൾസെയിൽ ഏജൻസിയാണ്. ഇതൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിച്ചല്ല, പക്ഷെ പറഞ്ഞു പോകാം. മുഹമ്മദ് ഖാന്റെ ചുണ്ടില് കഞ്ചാവ്, ബീഡിക്കുറ്റി, മിനിമം ബീഡിക്കുറ്റി വലിയെന്നറിയാം. മനുഷ്യന്മാര് വേജാറായി പോവാ ജാതി വലിയ. അപ്പോഴാണ് അപ്പുറത്ത് മോന് മുഹമ്മദ് മോൻ അബ്ദുറഹ്മാൻ, ഓനും വലിക്കുണ്ടാവും. ഓന്റെ കയ്യിലുണ്ടാവും മുറിക്കുറ്റി, സിഗരറ്റ് കുറ്റി. ഈ മുഹമ്മദാക്കാക്ക് ജീവിതത്തിൽ ഓരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം മുഹമ്മദാക്ക ആയത്തും അതീതൊന്നും കൂടുതൽ പഠിച്ചിട്ടില്ല. ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ലിമ തഖൂലൂന മാ ലാ തഫ്അൽ. അത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിണ്ടാൻ പറ്റൂല. ഈ ഹറാമായ പുകവലിയിൽ നിന്ന് ഇയാൾക്ക് മാറാൻ കഴിയുന്നില്ല. മോനത് തിരുത്തി കൊടുക്കാനേ പറ്റില്ല. പക്ഷെ മുഹമ്മദ് ഖാമാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആധുനിക തലമുറയിലെ പല മക്കളും വലിക്കുന്നത് ബീഡിക്കുറ്റിയല്ല, സിഗരറ്റ് കുറ്റിയല്ല, അതിനകത്ത് കഞ്ചാവാ. പഠിച്ചോളി, കഞ്ചാവാ. ഗൗരവത്തോടെ പഠിച്ചോളി. കഞ്ചാവ് വലിച്ച് ജീവിക്കുന്നു 12, 13, 14, 15, 16, 17 വയസ്സുള്ള കുട്ടികൾ തുടങ്ങണം. 11 വയസ്സിലേക്ക് തുടക്കം. ഇത് വെറുതെ പറയുന്നല്ല. ചെറിയ മക്കളെ കൂട്ടത്തിൽ അപ്രായക്കാരുടെ നിങ്ങൾ ബേജാറാണ്ട, നിങ്ങളത് വലിക്കാതെക്കാനേ പറഞ്ഞത്. എത്രയോ ആളുകൾ ഉപയോഗിക്കുന്നു. ഒരുമിച്ച് കുത്തിരിക്കുന്നവരിൽ പലരും ഇതിന്റെ ഉപയോഗക്കാരാണ്. അത് വെറുതെ പറയുന്നില്ല. എല്ലാ നാടുകളിലും ഈ ലഹരി വ്യാപിച്ചിട്ടുണ്ട്. അത് വലിക്കുന്നവന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിന്തയെന്താ? മദ്യപിക്കുന്നവന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിന്തയെന്താ? സിനിമയും സീരിയലും സംഗീതവും നാടകവും കേൾക്കുന്നവന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിന്തയെന്താ? ഏതേത് തെമ്മാടിത്തരങ്ങൾ പ്രവർത്തിക്കുന്നവന്റെയും മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിന്തയെന്താ? അള്ളാഹു കാണില്ല, അള്ളാഹു അറിയില്ല, അള്ളാഹു കേൾക്കൂല, അള്ളാഹു നാളെ റബ്ബിന്റെ ലോകത്ത് കൊണ്ടുവരില്ല എന്നതാണെങ്കിൽ അതെത്ര ഗൗരവപരമായ അബദ്ധമാണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ലോകത്ത് നിന്ന് സത്യം പറഞ്ഞ ജമാഅത്താകട്ടെ, മുജാഹിദാകട്ടെ, സമസ്തക്കാരനാകട്ടെ, തബ്ലീഗാകട്ടെ, 4 മുസ്ലിം സംഘടനകളിൽപ്പെട്ട മുഴുവൻ മുസ്ലിങ്ങൾക്കും അറിയാം സിനിമ ഹറാമാണ്. എന്നിട്ടും കാണും. അതിൽ പലർക്കും അറിയാം സംഗീതം ഹറാമാണ്, എന്നിട്ടും കേൾക്കും. പല പെണ്ണുങ്ങൾക്കും അറിയാം സീരിയല് ഹറാമാണ്, എന്നാലും വൈകുന്നേരം മരി വിസ്കരിച്ച് സുന്നത്തും കൂടി വിസ്കരിച്ച് വേഗം യാസീനൊക്കെ ഓതിയിട്ട് പിന്നെ എന്റെ മുന്നേ കുത്തിരിക്കും. കാരണം വൈകുന്നേരമായ ചന്ദനമഴ, മായാമോഹിനി, മറ്റേത് മറിച്ചത്, തോന്നിയാസോ, ഈ വൃത്തിയോടൊക്കെ കാണണ്ടേ വൈകുന്നേരമായാലും. അതിന്റെ മുന്നിലാണ്. നിങ്ങൾ ആലോചിച്ചോക്കി, ഇത് ഹറാമാണ്, വൃത്തികേടാണ് എന്നറിയാത്ത ആരാണ് മാപ്പിള മക്കളുടെ കൂട്ടത്തിലുള്ളത്? നമ്മളെ ചില ആൾക്കാർ ചോദ്യമാണല്ലോ, മാപ്പിളമാരെ നോക്കൂല ചില ആൾക്കാർ.
സത്യത്തിൽ മഹാപിള്ളമാർന്ന അത് ലോപിച്ചിട്ട് മാപ്പിളയായതാ. ഇത്ര നല്ലൊരു പദം നോക്കി അതപ്പതിപ്പിച്ചതാരാ നമ്മൾ തന്നെ. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഇതിനെ പറ്റി ബോധം ഉണ്ടാകും, മാപ്പിളാർക്ക് ഇതിനെ പറ്റി ബോധം ഉണ്ടാകും. മുസ്ലിങ്ങളെ പുരയിൽ ഈ ഹറാം പറപ്പ് വേണ്ടാന്ന് തീരുമാനിക്കണമെങ്കിൽ അള്ളാഹിനെ പറ്റിയുള്ള ബോധം ഉണ്ടാകണം. മനസ്സിലായില്ലേ? 5 നേരം നിസ്കരിക്കുന്നതിന്റെ പുരയിൽ ഈ ഹറാമുണ്ട്, നോമ്പൊൽക്കുന്നതിന്റെ പുരയിൽ ഈ ഹറാമുണ്ട്, അല്ലാഹുവിന്റെ കിതാബ് ഓതുന്നവന്റെ പുരയിൽ ഈ ഹറാമുണ്ട്. നബി തിരുമേനിയുടെ പേര് കേട്ടിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലുന്നവന്റെ പുരയിലും ഈ ഹറാം പറപ്പുണ്ട്. എവിടെയാണ് കൂട്ടരെ നബി തിരുമേനിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം? എവിടെയാണ് സ്വഹാബത്തിന്റെ പുരയിൽ ഇങ്ങനെ ഒരു സംവിധാനം? എവിടെയാണ് താബിഈങ്ങളുടെയും തബഉൽ തബായികളുടെയും വീട്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം? എന്താ മൗലവി ഇങ്ങക്ക് അന്തല്ലേ? അന്നത്തെ കാലത്ത് ഈ സാധനം ഒന്നും ഇല്ലല്ലോ. അന്നത്തെ കാലത്ത് ഈ സാധനം ഇല്ലെന്ന് ആരെങ്ങളോട് പറഞ്ഞു? അന്നത്തെ കാലത്ത് ഈ അഭിനയുണ്ട്, അന്നത്തെ കാലത്തും ബാലയുണ്ട്, ഡ്രാമ, നാടകം എന്നുണ്ട്. മനുഷ്യന്റെ ഏകദേശം മനുഷ്യനോളം പഴക്കമുണ്ടെന്നാ പറയപ്പെടാറുള്ളത് നരവംശാസ്ത്രകാരന്മാർ. എത്രയോ കാലങ്ങളായി അഭിനയ കലയുണ്ട് ലോകത്ത്. അഭിനയം തരല്ലേ സിനിമ, അഭിനയം തരല്ലേ നാടകം, അഭിനയം തരല്ലേ ബാലെ അന്നുണ്ട്. എവിടെയാ നബി അബൂബക്കർ തങ്ങളൊക്കെ അഭിനയിച്ചത്? ഇടക്ക് നബി ഇങ്ങനെ ചെന്ന് തിരിക്കും. എന്താ കുറെ കുട്ടികൾ അഭിനയിക്കണാണ്. അങ്ങനെ എവിടെയും ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ? ഇല്ലല്ലോ. എന്തോ ഇല്ല. പിന്നെ എങ്ങനെ കൂട്ടരെ നാണം മാനം ഇല്ലാതെ? മലപ്പുറത്തെ ഭാഷ പറഞ്ഞ നാണം മാന ഊര് ജയില് ഉസറ് പുളി ഏതെങ്കിലും വേണ്ട മാപ്പിളർക്ക് ഈ ഹറാം പറപ്പ് കാണാൻ. നിസ്കരിച്ചിട്ട് നോമ്പിട്ടിട്ട് സക്കാത്ത് കൊടുത്ത ആണും പൊണ്ണാണ് ഈ ഹറാം പറപ്പിന്റെ മുന്നിൽ. ഞാൻ കൂടുതൽ പറയണില്ല, എന്റെ ധാർമ്മിക രോഷം കൊണ്ട് ഞാൻ എനിക്ക് പറഞ്ഞോളൂ. ഒന്നും വിചാരിക്കുന്നത് സങ്കടം കൊണ്ട് പറയാം. എന്താണ് ഈ സമുദായത്തിന് പറ്റിപ്പോയി? വിശേഷ ചെറുപ്പക്കാർ ഇത് സംഗീതത്തിന്റെ ലോകത്ത് കുത്തിറങ്ങിയിരിക്കുക. എല്ലാവർക്കും അറിയാം, മദ്രസയിൽ പഠിച്ചവർക്കൊക്കെ അറിയാം സിനിമ ഹറാമാണ്. എന്തുകൊണ്ടാണ് ഹറാമായത്? അതിനകത്ത് സംഗീതമുണ്ട്. ഒന്നതാ സംഗീതം അതിനകത്തുണ്ട്. അപ്പൊ സംഗീതം ഹറാമാണോ? ഓർക്കസ്ട്ര ഹറാമാണോ? പല മുസ്ലിം സമുദായത്തിനും അറിയില്ല. ഇത്ര നല്ല പാട്ടുകളെ നാട്ടിൻപുറത്തറിയോ? എത്ര നല്ല പാട്ടുകൾ നാട്ടിൻപുറത്ത് പണ്ടല്ലേ? കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതെ ആരുമില്ല കോനേ, എന്റെ കരളിന്റെ അനുഗ്രഹം ഒരുക്കങ്ങൾ അറിയുന്ന അങ്ങനത്തെ പറഞ്ഞൊരു പാട്ടില്ലേ? അറിയണമെന്റെ തമ്പുരാനേ. പച്ച തൗഹീദാട്ട പാട്ട്. എനിക്കൊരു സമാധാനമുണ്ട്, പാട്ടിലേക്ക് തൗഹീദുണ്ട്. അതിന്റെ ഇടയിലും മ്യൂസിക്. എത്ര നല്ല പാട്ടുകളുടെ മ്യൂസിക്. റസൂലുള്ളാഹിനെ പറ്റി നല്ല മദ്ഹ് ഗാനങ്ങൾ. അതിന്റെ ആദ്യവും ഇടയിലും അവസാനം ഒക്കെ മ്യൂസിക്. എല്ലാറ്റിലും മ്യൂസിക്കാണ്. ഇസ്ലാമിൽ ആകെ അനുവദിക്കപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ്സ് ഉള്ളത് എന്താ? ദഫ് മാത്രം. തൊബുല്, ചെണ്ട ഹറാമാണ്. മാപ്പിളാരെ നേർച്ചക്ക് മുന്നിൽ നിന്ന് അങ്ങോട്ട് കൊട്ടാനും ഇങ്ങോട്ട് ശിങ്കാരി അല്ലേ? അതിന്റെ മുന്നേ ഗാനമേള, അതിലുള്ള മ്യൂസിക്. നടു റോട്ടിൽ മറ്റേ അലോക്കന മനുഷ്യന്മാര് വരുന്ന റോഡൊക്കെ ബ്ലോക്ക്, ആംബുലൻസ് വരെ ബ്ലോക്ക്. ഏറ്റി അടക്കാവോ? അവന്റെ അമ്മനെ വരെ അവനെ ഏറ്റാൻ വെച്ചാ, കുട്ടികളെ വരെ ഏറ്റാൻ വെച്ചാൽ അത് ഓളെ തലയ്ക്ക് ഇട്ടെടുക്ക. ഇതിങ്ങനെ ഏറ്റിട്ട് എന്നിട്ട് അതിന്റെ മുന്നേ കുത്തിരി 2 പേരിലും പൊക്കി ചാടുകയാണ്. ഇസ്ലാമിൽ എന്താ കൂട്ടർ ഇതിനൊക്കെ ഉള്ളത്? മാപ്പിളാരെ, ചെറുപ്പക്കാരെ, ഇസ്ലാമിൽ എവിടെയായി ഹറാം പറപ്പിന് തെളിവുള്ളത്? എന്താ ഇതൊന്നും പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കണില്ലേ? ഇവിടെ ഇതൊന്നും പറഞ്ഞു കൊടുക്കണില്ലേ? സമസ്തക്കാരൊന്നും പറഞ്ഞു കൊടുക്കണില്ലേ? ജമാഅത്തിനൊന്നും പറഞ്ഞു കൊടുക്കണില്ലേ? തബ്ലീഗാരെ ഇതൊന്നും പറഞ്ഞു കൊടുക്കണില്ലേ? ഇത് പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും. ഈ ഹറാം പറപ്പിൽ നിന്ന് ജനതകളെ ബോധിപ്പിക്കേണ്ടത്, മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആകെ ഞാൻ പറഞ്ഞു അനുവദിക്കപ്പെട്ടത് ഒരു ഇൻസ്ട്രുമെന്റ്സ് നൽകി ദഫ് മാത്രം. ഞങ്ങളുടെ നാട്ടിൽ ഈ അടുത്ത് പ്രവാചക സ്നേഹത്തിന്റെ മറവില് ഒരു റാലി ഉണ്ടായിരുന്നു. അള്ളാഹു തൗഫീഖ് ഞാൻ അങ്ങോട്ട് വരും. 60 വയസ്സ് കഴിഞ്ഞവർ മാത്രം പങ്കെടുക്കാൻ പാടുള്ളൂ ആ റാലിയിൽ. എന്താ പ്രത്യേകത? വലിയ അറവന, വലിയ ദഫ്. ഒരു കാരണന്മാരിങ്ങനെ മുട്ടിപ്പാടി പോവാ. ഈ ചെറമംഗലം ഇവിടെ അടുത്ത് പ്രജ്വലത്തുങ്ങൾ തലയിൽ കുത്തി സർക്കസ് കളിച്ച സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഇവിടെ അടുത്ത്, പരപ്പനങ്ങാടി, എനിക്കറിയാലോ എന്നത് വേറെ കോലത്ത്. എന്നിട്ട് അതിലിങ്ങനെ ചെണ്ട മുട്ടി, അല്ല പ്രത്യേകമായ അറവനൊക്കെ മുട്ടി ഇങ്ങനെ കുട്ടിപ്പാടി പോവാ. അപ്പൊ ആളുകളൊക്കെ മനസ്സിലാക്കി കുഴപ്പമില്ല, ഇത് ഈ ഇൻസ്ട്രുമെന്റ്സ് നിലക്ക് ഒരു ഓർക്കസ്ട്ര എന്ന നിലക്ക് ദഫ് മാത്രം പറ്റൂല. അപ്പൊ പിന്നെ ഏത് പ്രായക്കാർക്കും ദഫ് മുട്ടാലോ പറ്റൂല. അതുകൂടി പഠിച്ചോളി. മസ്അല നിലക്ക് ദഫ് ഉപയോഗിക്കാൻ ഇസ്ലാമിൽ അനുവാദമുള്ളത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് മാത്രമാണ്. ആൺകുട്ടികൾക്കല്ല, പെൺകുട്ടികൾക്ക് മാത്രം. പഠിച്ചോനെ അപ്പുറം റബീഉൽ അവ്വലിനും അതല്ലെങ്കിൽ തന്നെ വിദ്യാർത്ഥി എന്തോ കൂടെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് അല്ല.
അപ്പൊ വലിയവർക്ക് ദഫ് കൂട്ടാൻ പറ്റൂല. അങ്ങനെ പറയില്ല. അതല്ലേ അല്ലാഹുവിന്റെ റസൂല് മദീനത്തേക്ക് കടന്നു വരുമ്പോ ദൂരെ നിന്ന് സ്വഹാബത്ത് രണ്ടാമത്തെ അഖബ ഉടമ്പടിക്ക് ശേഷം സ്വഹാബികളായി മദീനത്തേക്ക് തിരിച്ചുപോയ, എന്നിട്ട് അവിടെ ഇസ്ലാമിക ദഅവത്ത് നിർവഹിച്ചു പോയി മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലെയുള്ള ആളുകളുടെ ആ ഒരു പ്രവർത്തനം മൂലം ഒരുപാട് ആളുകൾ അൻസാറുകളുടെ കൂട്ടത്തില് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അൻസാരികളായി ഒരു മാറിയല്ലോ, അൻസാറുകളായ ഒരു തലമുറയെ വളർത്തിയെടുത്തല്ലോ. ആ തലമുറ റസൂലുള്ളാഹ് മദീനത്തിന്റെ ബോർഡറിലേക്ക് വരുന്നത് കാത്തു നിൽക്കുന്നുണ്ടല്ലോ. ദൂരെ നിന്നൊരു പൊട്ടുപോലെ നബി തിരുമേനി എങ്ങനെ വരുമ്പോ ദഫ് മുട്ടിയിട്ട് ത്വലഅൽ ബദറു അലൈനാ മിൻ സനിയത്തിൽ വിദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ. മുട്ടിയിട്ട് സഹാബത്ത് പാടിയില്ലേ, അവരൊക്കെ വലിയവരല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ ഈ തെളിവിന് ബൈഹഖി, ഫത്ഹുൽ ബാരി തുടങ്ങി മുഹദ്ദിഥീങ്ങളിൽ അവരെ കിതാബുകളൊക്കെ എഴുതിച്ചിട്ട് അവസാനം നിങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇസ്നാദുഹു ലഈഫ്. എന്താണ്? സഹീഹ് എന്നല്ല, ലഈഫ്. എന്ന് പറയുന്ന റിവായത്തിനെ പറ്റി മുഹദ്ദിഥീങ്ങൾ പഠിപ്പിച്ചത് ശൈഖ് അൽബാനി, അല്ലാമ നാസറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാഹ് അടക്കം പഠിപ്പിച്ചെന്തറിയോ? ഇസ്നാദുഹു ലഈഫ്. ആകെ മുട്ടുള്ള തെളിവ് തോലൽ ബദർ, അത് പൊളിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഇനി ഒരു ദഫ് മുട്ടുന്നവ മാറ്റി വെച്ച ബാക്കിയുള്ള മുട്ടൊക്കെ ഇസ്ലാം അനുവദിച്ചതാണോ? അല്ലല്ലോ. എന്തിനപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഗതി റെഡി പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾ വിഷയം മനസ്സിലാക്കണം. ഇത്ര കൃത്യമായി അറിഞ്ഞിട്ടും മ്യൂസിക് ആഗ്രഹിക്കുന്ന, ആഘോഷിക്കുന്ന, ചെവിയില് ബൈക്കിൽ പോകുമ്പോൾ മ്യൂസിക്, ബസ് കയറിയ മ്യൂസിക്, വീട്ടിൽ കുത്തിരുന്ന മ്യൂസിക്, സുഹൃത്തുക്കൾ വിളിച്ച മ്യൂസിക്, അങ്ങോട്ട് ഷെയർ ചെയ്ത് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് മുസ്ലിം സമുദായത്തിന്റെ മനസ്സ് മുഴുവനും സംഗീതാത്മകമാണ്. അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യാൻ സമയമില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു പോയതിന് വിരുദ്ധം പ്രവർത്തിച്ചു പോകുന്ന ആളുകളാ. നിങ്ങൾ ആലോചിക്കണേ, ഗൗരവത്തോടു കൂടി കാണണേ, ഗൗരവത്തോടു കൂടി കാണണേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയല്ലോ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ റബ്ബേ, ഈ ജനത ഈ ഖുർആനിനെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നല്ലോ നാഥാ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറഞ്ഞു പോവുകയാ, വിശുദ്ധ ഖുർആൻ ഓതാത്തവർ ഖുർആനിനെ തള്ളിയവരാ. അത് ജീവിതത്തിലേക്ക് പകർത്താത്തവരും ഖുർആനിനെ തള്ളിയവരാ. അവർക്കെതിരെയാണ് നബി തിരുമേനി നാളെ ആഖിറത്തിൽ ഈ വാചകം പറഞ്ഞു പോകുന്നത്. ഒരു വാക്ക്, ഒരു ഹർഫ്, ഒരു ആയത്ത്, ഒരു 10 ആയത്ത്, ഒരു ഖുൽ ഹു അല്ലാഹു അഹദ് പോലും ഓതാ മുസ്ലിങ്ങൾക്ക് നേരല്ല. ആ നേരം കൂടി പാട്ട്, വാട്സപ്പ്, ഫേസ്ബുക്ക്, അതിനകത്ത് ഇങ്ങനെ കറങ്ങാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെയാ ഷെയർ ചെയ്യുന്നത്, എന്തൊക്കെയാ വരുന്നത്, എന്തൊക്കെയാ പോസ്റ്റ് ചെയ്യണത്. ഞാൻ തുറന്നു ചോദിക്കാം സഹോദരങ്ങളെ, ഇവിടെയുള്ള വാപ്പാരോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ ഫോൺ ഒന്ന് കൊടുക്കാൻ? ഇവിടുത്തെ മക്കളോട് ഞാൻ ചോദിക്കാം, ചെറുപ്പക്കാരോട്, 10-25 വയസ്സുള്ള ചെറുപ്പക്കാരോട്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ നിങ്ങളെ ഫോൺ നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും ഒന്ന് തുറന്നു കൊടുക്കാൻ? എനിക്ക് ധൈര്യമുണ്ട്, കാരണം വാപ്പാക്ക് ഇത് അറിയില്ല, കോടിട്ട് പൂട്ടിക്കിട്ടും. തുറന്നു കൊടുക്കാനാ പറഞ്ഞത്. നേരാവണ്ണം ഇതിനുള്ളിൽ ഭാര്യമാരെ നിങ്ങളെ ഫോൺ ഭർത്താവിന്, ഭർത്താക്കന്മാരെ നിങ്ങളെ ഫോൺ ഭാര്യക്ക്. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കാം, ധൈര്യമുണ്ടോ? അവനാന്റെ ഫോൺ മറ്റൊരാൾക്ക് കൊടുത്തതൊന്നും പരിശോധിച്ചു നോക്കി. എന്റെ ഫോൺ ധൈര്യം ഉണ്ടാവില്ല ഒരു മനുഷ്യന്. കാരണം എന്താ അറിയോ, ഏതെങ്കിലും ഒരുത്തന്റെ ഫോണിൽ ഒരു പാട്ടില്ല അതക്കൂല. ഏത് പാട്ട്? സംഗീതം കലർന്ന പാട്ട്, ഒരു ആൽബം സോങ്. സംഗതി ആള് മുസ്ലിമാ, മുജാഹിദ, മുവഹിദ, തൗഹീദുള്ളവനാ, ജമാഅത്തുകാരനാ, തബ്ലീഗുകാരനാ, സമസ്തക്കാരനാ, എല്ലാം. ഓന്റെ മൊബൈലിനകത്ത് എല്ലാ തണ്ടിത്തരവും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ തുറന്നു പറയണത്, ആരും വിമർശിക്കാനും പരിഹസിക്കാനും കൂത്തുളിക്കാനൊന്നുമല്ല, ആരും തോന്നിയാസത്തിന്റെ ആൾക്കാരാക്കാനല്ല, മോശക്കാരാക്കാനല്ല. ഞാൻ ധൈര്യമായി തുറന്നു ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ നിങ്ങളെ ഫോണ് വേറൊരാൾക്ക് കൊടുത്ത് പരിശോധിപ്പിക്കാൻ? ഇല്ല. എങ്കിൽ രക്ഷിതാക്കളെ,
പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടില്ലല്ലോ. ജീവിതം മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസത്തെ പറ്റി ആലോചിച്ചിട്ടില്ലല്ലോ. ജീവിതത്തിൽ പറ്റിപ്പോണ അബദ്ധങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി പോയിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടും. ഞാനും എന്റെ മൊബൈലും ഒരുപോലെ പ്രദർശിപ്പിക്കപ്പെടുന്ന ലോകമാ. ഞാനും എന്റെ ഭാര്യയും ഒരുപോലെ പ്രദർശിപ്പിക്കപ്പെടുന്ന ലോകമാ. ഞാനും എന്റെ മാതാപിതാക്കളും ഒരുപോലെ പ്രദർശിപ്പിക്കപ്പെടുന്ന ലോകമാ. ഞാൻ ജീവിച്ച ചുറ്റുപാടുകളും ഒരുപോലെ പ്രദർശിപ്പിക്കപ്പെടുന്ന ലോകമാണ് ആഖിറം. അത് പ്രദർശിപ്പിക്കുന്നവനാണ് അല്ലാഹു ജല്ല ജലാലുഹു. അള്ളാഹിനെ പറ്റിയുള്ള ധാരണക്കുറവും ആഖിറത്തെ പറ്റിയുള്ള ചിന്തയില്ലായ്മയും ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ റിസാലത്തെ അവഗണിച്ചതുമാണ് സമുദായമേ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അള്ളാഹു നമുക്ക് ഈ തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ മനസ്സിൽ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞൊന്നുമല്ല. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പലതും പറഞ്ഞു പോയി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, ഏത് തിന്മയും എന്നിലും നിങ്ങളിലും വരുന്നത് അടിസ്ഥാനപരമായ ഒരു ധാരണ പിശക്. ഇത് അള്ളാഹ് കാണും, കേൾക്കും, അറിയും, പടച്ചും കൊണ്ടുവരും എന്ന ബോധമില്ലാത്തതാണ്. രണ്ടാമത്തത്, ഇത് പാടില്ല എന്ന് നബി തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? മൂന്നാമത്തത്, ഇത് കൊണ്ടുവരുന്ന പ്രദർശിപ്പിക്കുന്ന ഒരു ലോകം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നത് മനസ്സിലാകാത്തതാണ്. അതിനാണ് നമ്മൾ സാധാരണ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് പറയുന്നത്. മറ്റൊരു ഭാഷ, മറ്റൊരു രീതി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കാണ് പലപ്പോഴും ആഖിറത്ത് മറക്കാൻ സാധിക്കുക. അള്ളാഹുവിന്റെ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ആഖിറത്ത് മറക്കാൻ കഴിയില്ല. ഞാൻ വെറുതെ പറയുന്നത്, എന്തുകൊണ്ട് ഹറാം ചെയ്യുന്നു? അവന്റെ ചിന്ത ദുനിയാവില. എന്തുകൊണ്ട് തെറ്റിയുന്നു? അവന്റെ ജീവിതം ദുനിയാവില. ഈ ദുനിയാവാണ് അവൻ ഏറ്റവും പ്രിയപ്പെട്ടതായി പോയത്, ഏറ്റവും പ്രിയപ്പെട്ടായി പോയത്. എന്നാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സമുദായത്തെ കൊണ്ടുവരികയാ, നമ്മുടെ മുൻഗാമികളായ ഒരു സമുദായത്തെ കൊണ്ടുവരികയാ. ഈ സമുദായത്തിന് നമ്മളെക്കാളും ആർഭാടങ്ങളും അഭിലാഷങ്ങളും പൂവണിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെക്കാളും അവർക്ക് സൗകര്യമുണ്ടായിരുന്നു. നമ്മളെക്കാളും ഭൂമിയിൽ അവർ ആധിപത്യം കാണിച്ചിരുന്നു. ഈ സമുദായത്തെ, പൂർവികരായ ഒരു ജനതയെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു തരികയാണ്. എങ്ങനത്തെ സമുദായമാണെന്നറിയോ? എത്രത്തോളം വലിപ്പമുള്ളവരാണെന്നറിയോ? നമ്മുടെ മുന്നിൽ കാണുന്ന വലിയ പനകളെക്കാളും തെങ്ങുകളെക്കാളും വലിപ്പമുള്ളവരാ, നല്ല തണ്ടും തടിയുള്ളവരാ, പാറ പോലും തുറന്നിട്ട് വീടുണ്ടാക്കാൻ കഴിയുന്നവരാ, അത്രത്തോളം ശക്തിയുള്ളവരാ. ആദ്, സമൂദ് ഗോത്രങ്ങളടക്കമുള്ള ഒരുപാട് സമുദായങ്ങള്, ആഠിത്യമുള്ളവര്, തറവാടിത്തമുള്ളവര്, തന്റേടമുള്ളവര്, നമ്മളെപ്പോലെ 5 5.5 6 പൊക്കമുള്ള പുഴുവിന്റെ വലിപ്പത്തിലുള്ള ആളുകളല്ല, വലിയ വലിയ തണ്ടും തടിയുള്ളവര്. ഈ ആളുകളെ മുഴുവനും വിശുദ്ധ ഖുർആൻ ഒരു വാചകത്തിലൂടെ പരിചയപ്പെടുത്തിപ്പെടുന്നുണ്ടേ. ഗൗരവത്തോടുകൂടി ആലോചിക്കണേ. ദുനിയാവിന്റെ ജീവിതത്തെ പ്രാധാന്യത്തോടെ കണ്ടുപോയ ആ ജനതയെ പറ്റി പടച്ച റബ്ബ് പറഞ്ഞു തരികയാ. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين. എന്താണെന്നറിയോ റബ്ബ് പറയുന്നത്? എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഈ ലോകത്ത് വിട്ടേച്ചു പോയത്. എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. എത്രയെത്ര കൃഷികളും മാന്യമായ പാർപ്പിടങ്ങളും അവർ ആഹ്ലാദപൂർവ്വം, സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി അവരനുഭവിച്ചിരുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങൾ. അങ്ങനെയാണ് കലാശിച്ചു പോയത്. ഹബീബായ നബി തിരുമേനി ആയത്തങ്ങ് ഓതിയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാ. അതല്ല മറ്റൊരു ജനതക്ക് അള്ളാഹു പറയാ, അതല്ല മറ്റൊരു ജനതക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് റബ്ബ് പറഞ്ഞു പോണ വാക്കെന്നറിയോ? ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർള്
വമാ കാനൂ മുൻളരീൻ. അപ്പോൾ അവരുടെ പേരിൽ, ഈ അധികാര കസേരകൾ മുഴുവനും കിട്ടിയവരുടെ പേരിൽ, ഈ സൗഭാഗ്യങ്ങൾ മുഴുവനും ആസ്വദിച്ചവരുടെ പേരിൽ ആകാശങ്ങളും ഭൂമിയും കരഞ്ഞില്ല, അവർക്ക് ഇട കൊടുക്കപ്പെടുകയും ഉണ്ടായില്ല. നോക്കൂ നിങ്ങൾ, ആ ഒരു ജനത ഈ ലോകത്തെ പ്രധാനമായി കണ്ടു. അവര് ജീവിച്ചു, അവര് മരിച്ചു. അവര് ജനപ്രധാനമായി കണ്ടതൊന്നും അവര് ഖബറിലേക്ക് കൊണ്ടുപോയില്ല. എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് അവർക്ക് കിട്ടിയത്, അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് അവർക്ക് അതിൽ ഒരു ഇഞ്ച് പോലും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ അത്രയൊന്നും കിട്ടാത്ത 2 സെന്റ് സ്ഥലം, അല്ലെങ്കിൽ 10 സെന്റ് സ്ഥലം, അതിനകത്ത് ചെറിയൊരു പോര, അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം, അതിനകത്ത് 2 തട്ട് വീട്, അതിനകത്തൊരു ഭാര്യയും കുട്ടികളൊക്കെ, കുറച്ചൊരു കുടുംബവും സംവിധാനവും, വലിയൊരു കാര്യമൊന്നും പറയാനില്ല. ഇനി എത്ര പൈസ ഉണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു പോയി ഈ സൗഭാഗ്യത്തിന്റെ ഉന്നതങ്ങളിൽ ജീവിച്ചവരുടെ പര്യവസാനം അതൊക്കെ പഠിച്ചു മറ്റൊരു ജനതക്ക് അവകാശപ്പെടുത്തി കൊടുത്തു. തദൈവ, നമ്മുടേതും അങ്ങനെ തന്നെയാണ്. ആരാനെ പറ്റിച്ചിട്ട് ബാപ്പച്ചി പണം ഉണ്ടാക്കി, ബാപ്പാന്റെ മരണശേഷം പണം മക്കൾക്കോ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥർക്കോ അള്ളാഹു തിരിച്ചു നൽകി. പടച്ചോനെ മറന്നിട്ട് ദുനിയാവിൽ ജീവിച്ചു പോവുകയാ, സ്വത്തുണ്ടാക്കുകയാ, മക്കളെ പോറ്റുകയാ, ആരാനെ പറ്റിക്കുകയാ, തമ്മാടിത്തങ്ങൾ പ്രവർത്തിക്കുകയാ. ഇതിനിടയിൽ പടച്ചറപ്പ് റൂഹ് പിടിച്ചെടുക്കുകയാ, അവന്റെ അധികാര കസേര മറ്റൊരാൾക്ക് അള്ളാഹു പകരം നൽകുകയാ. എന്റെ അവസ്ഥ തന്നെ, എന്താ ഇവിടെ ഉണ്ടാക്കിയത്, എന്താ നമ്മൾ കൊണ്ടുപോകണത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദുനിയാവായി, ആഖിറമായില്ല, പരലോകമായില്ല, പടച്ചോൻ കൂടെണ്ടെന്നുള്ള ചിന്ത ഉണ്ടായില്ല. അതാണ് ഏറ്റവും വലിയ അപകടത്തിന്റെ കാരണം. ഒരു വാക്കുകൂടി ഞാൻ തുറന്നു പറയട്ടെ, ആവർത്തിച്ചിട്ട്, ഞാനും നിങ്ങളും ഈ സെക്കൻഡിലാകട്ടെ അടുത്ത സെക്കൻഡിലാകട്ടെ ഞാനും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിന്റെ കാരണം എന്താ? ഞാനും പടച്ചോനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പടച്ചോനെ മനസ്സിലാക്കിയിട്ടില്ല, പടച്ചോനെ അറിഞ്ഞിട്ടില്ല. നിസ്കരിക്കുന്നവനാ, നോമ്പ് നോൽക്കുന്നവനാ, ഖുർആൻ ഓതുന്നവനാ, ഹദീസ് വായിക്കുന്നവനാ, എല്ലാ കാര്യവും. പക്ഷേ ജീവിതത്തിലെ അബദ്ധങ്ങളും ഉണ്ടെങ്കിലോ അല്ലാഹുവിന്റെ കിതാബ് നമ്മളോട് പഠിപ്പിച്ചു തരികയാ, ഇന്നല്ലാഹ കാന അലാ കുല്ലി ശൈഇൻ ഷഹീദാ. നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യത്തിന്മേലും സാക്ഷിയാകുന്നു. റബ്ബിൽ നിന്ന് മറച്ചു വെച്ചിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, റബ്ബിൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്നുപോലും മാറ്റി നിർത്താനാകൂല, മറച്ചു വെക്കാനാകൂല. മനസ്സും വാക്കും പ്രവൃത്തിയും മുഴുവനും അള്ളാഹു അറിയുമെന്ന് പടച്ച റബ്ബ് പറയാ. ഏതുവരെയെന്നറിയോ? പടച്ച റബ്ബിന്റെ സംവിധാനങ്ങള്, അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സംവിധാനിച്ച സംവിധാനങ്ങള് ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരിക, യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ.